നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസിലെ 3rd സെമസ്റ്ററിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റില് ആകെ 6 ബ്ലോക്കുകളാണുള്ളത്. അപ്പോൾ ഇതിന്റെ ആദ്യ ബ്ലോക്കിൽ നമ്മൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഡീറ്റെയിൽസ് ആണ് പഠിക്കുക. പിന്നീട് അങ്ങോട്ട് വിവിധ രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ സിസ്റ്റംസിന് അഥവാ രാഷ്ട്രീയ വ്യവസ്ഥിതികളുടെ പല ഡയമെൻഷൻസും നമ്മൾ വരും ബ്ലോക്കുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വരുന്നത് ഇൻ മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പൊ മീനിങ്ങും നേച്ചറും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ അർത്ഥവും അതിന്റെ അർത്ഥവ്യാപ്തിയും സ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്, അതിന്റെ സ്വഭാവം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. നമ്മൾ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ്. അതായത് താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രം അത് എന്താണ് എന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു താരതമ്യ പഠനമാണ് അല്ലെ. അപ്പൊ വിവിധ രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി, അതില് ആ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്നത് വരും, ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് വരും, രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച്, തെരഞ്ഞെടുപ്പുകളെ കുറിച്ച്, അവരുടെ രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് തുടങ്ങിയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠന രീതി. അതാണ് നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നിങ്ങൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു പാഠഭാഗം പഠിച്ചു തുടങ്ങാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ മറ്റൊരു രാജ്യവുമായിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പാരമ്പര്യ രാഷ്ട്രീയ ശാസ്ത്രം പ്രധാനമായിട്ടും ഭരണഘടനാ പരമായിട്ടുള്ള പഠനത്തിനാണ് ശ്രദ്ധ കൊടുത്തിരുന്നത് അല്ലെ. ആ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതിൽ കൂടുതലൊന്നും ഒരു പരമ്പരാഗത രീതിയിൽ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അത് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ എലമെന്റുകളെ കുറിച്ച്, ഓരോ എലമെന്റും പ്രധാനമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പഠനം സംഘടിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് ഒരു സാമൂഹ്യ ശാസ്ത്ര വിഷയമാണ്. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രം അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യബന്ധിയായിട്ടുള്ള ഒരു വിഷയമാണെന്നിരിക്കെ മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠനം എന്നത് അത് കേവലം അവിടുത്തെ ഗവൺമെന്റുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള തലങ്ങളെ കുറിച്ചും അത് സ്പർശിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പഠനമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഒരു ആധുനികമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ സ്വഭാവം, അതായത് നേച്ചർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ് നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അതിനൊരു ശാസ്ത്രീയ സ്വഭാവമുണ്ട്. അതായത് ഒരു സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പഠനങ്ങൾ നടത്താവുന്നതാണ്. അതിന് പലതരത്തിലുള്ള ടൂളുകൾ, സർവേ, ഇലക്ഷൻ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവചനങ്ങളൊക്കെ നടത്താറുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതികള്, സയന്റിഫിക് ടൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പഠനം നടത്താം എന്നതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയും US അല്ലെങ്കിൽ UK, സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയൊക്കെ തുടങ്ങിയ രാഷ്ട്രങ്ങളെ തമ്മിലുള്ള ഒരു പഠനം, താരതമ്യ പഠനം നമുക്ക് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സംഘടിപ്പിക്കാവുന്നതാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത്, ഇതിനൊരു എംപിറിക്കൽ നേച്ചർ ഉണ്ട്. അതായത് ഒരു അനുഭവാധിഷ്ഠിതമായിട്ടുള്ള പഠനങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത്. ഇത് വെറും സിദ്ധാന്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പഠന രീതിയല്ല, മറിച്ച് അതിനെ കൂടുതൽ എംപിറിക്കൽ ആയിട്ടുള്ള പഠനം, അനുഭവാത്മകമായിട്ടുള്ള വിശകലനങ്ങളും പഠനങ്ങളും ഒക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ നടക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ എന്ന് പറയുന്നത്. ഇന്റർ ഡിസിപ്ലിനറി സ്വഭാവത്തെ കുറിച്ച് നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കുമ്പോഴും പറയാറുണ്ട്. ഒരു വിഷയത്തിന്
അത് മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം, അതാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മറ്റു എല്ലാ സാമൂഹിക ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുക. അതിന് ഇക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്, അതിന് സോഷ്യോളജിയുമായിട്ട് ബന്ധമുണ്ട്, അതിന് ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ എല്ലാ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ എന്താണ്, ഒരു ഇന്റർ ഡിപ്പെൻഡൻസി ഇതിന് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്ന് അതിന്റെ ചലനാത്മകതയാണ്, അതായത് ഡൈനമിക് നേച്ചർ. ഇത് നമുക്കറിയാം, ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വിഷയമല്ല, അല്ലെ? ഇത് നിരന്തരമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രം, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 1940-കൾക്ക് മുൻപേ ഉള്ള രാഷ്ട്രീയ ചരിത്രം വ്യത്യസ്തമായിരിക്കും. 40-ന് ശേഷം 40 മുതൽ ഒരു 50 വരെയുള്ള രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ ഒരു 60 വരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിന് വേറെ ഒരു മാനമാണുള്ളത്. ഇനി 2000-ന് ശേഷമുള്ള, അതായത് ഇപ്പോൾ നമ്മൾ 2026-ലെത്തി നിൽക്കുന്നു. അപ്പൊ 2000 മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്, അതിൽ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസം, 2000-ന് ശേഷമുള്ള ഇന്ത്യൻ പൊളിറ്റിക്സും 1950-കൾക്ക് മുൻപുള്ള ഇന്ത്യൻ പൊളിറ്റിക്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് സോഷ്യൽ സയൻസ് ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. അത് മനുഷ്യന്റെ വ്യവഹാരങ്ങൾക്ക് ഇപ്രകാരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ സയൻസിലും മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇതിനൊരു ഡൈനമിക് നേച്ചർ ആണ് ഉള്ളത്. ഇത് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഇനി ആഗോള സമീപനം, നമുക്ക് ഒരു രാഷ്ട്രത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും പരസ്പരം ഒരു ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കൊടുക്കുക, ഒരു ഇന്റർനാഷണൽ അപ്രോച്ച് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും വികസിത രാഷ്ട്രങ്ങള്, അതുപോലെ വികസ്വര രാഷ്ട്രങ്ങള്, അവികസിത രാഷ്ട്രങ്ങൾ, ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം രാജ്യങ്ങളുടെ ഒക്കെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു ആഗോള സ്വഭാവം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, അല്ലെ? അത് പല സിസ്റ്റങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു ആഗോള സ്വഭാവം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ മറ്റൊരു നേച്ചറാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ സ്കോപ്പിനെ കുറിച്ചാണ്. സ്കോപ്പ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഒന്നാമത്തേത്, എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞാല് അതിന്റെ പഠന മേഖല ഏതെല്ലാം ഭാഗങ്ങളിലേക്ക്, അതിന്റെ വൈപുല്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? അത് വളരെ വിശാലമായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്കോപ്പിനെ കുറിച്ച് നിങ്ങളൊരു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എന്താണ് സ്കോപ്പ് എന്നതുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടത്, സ്കോപ്പ് എന്നൊരു ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് അതെന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലെ? എന്തൊക്കെയാണ് അതിന്റെ വിഭവങ്ങൾ, എന്തൊക്കെയാണ് അത് പഠിക്കുന്നത് എന്നതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അത് രാഷ്ട്രീയ സംവിധാനങ്ങള്, ജനാധിപത്യം ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ രീതിയാണ്, അല്ലെങ്കിൽ ഒരു ഭരണ രീതിയാണ്. അപ്പൊ അതുപോലെ തന്നെ ജനാധിപത്യത്തോടു കൂടെ തന്നെ ഏകാധിപത്യം ഉണ്ടായിരിക്കും, ഒളിഗാർക്കി ഉണ്ടായിരിക്കും, പട്ടാള ഭരണമുണ്ട്, അല്ലെ? ഇങ്ങനെ ഇപ്പൊ അത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് അത് പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിസം, സോഷ്യലിസം മുതലായ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവൺമെന്റുകളെ കുറിച്ച് അത് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഭരണ രീതികൾ ഇതിന്റെ അണ്ടറിൽ വരുന്നു. അത് അതിന്റെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു സ്കോപ്പിന്റെ ലക്ഷണമാണ് ഇത്. ദെൻ നമ്മൾ പല ഭരണഘടനകളെ കുറിച്ചും പല സർക്കാരുകളെ കുറിച്ചും പഠിക്കുന്നു. പലതരത്തിലുള്ള ഭരണഘടനകളുണ്ട്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ലിഖിതവും അലിഖിതവുമായിട്ടുള്ള ഭരണഘടനകളുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഭരണഘടനകളുണ്ട്, പലതരത്തിലുള്ള സർക്കാരുകളുണ്ട്, അല്ലെ? ഭരണകൂടങ്ങളുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയുള്ള പഠനം, ഇപ്പോ ഫെഡറൽ നേച്ചറുള്ള ഭരണഘടനയുണ്ട്, ഭരണകൂടമുണ്ട്, യൂണിറ്ററി നേച്ചറുള്ള ഭരണകൂടമുണ്ട്, പാർലമെന്ററി സിസ്റ്റം ഉണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഭരണകൂടങ്ങളെ കുറിച്ചും ഇത് പഠിക്കുന്നു എന്നത് അതിന്റെ ആ ഒരു ഭാഗം വളരെ വിശാലമാണ് എന്നതാണ് കാണിക്കുന്നത്. കൂടാതെ ഇതില് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പ്രഷർ ഗ്രൂപ്പ്സ്, സമ്മർദ്ദ ഗ്രൂപ്പുകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിന്റെ റോൾ എന്താണ്, ഇതിന് ഇലക്ഷനുകളെ കുറിച്ച് പഠിക്കുന്നു, ഇലക്ഷനിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോൾ എന്താണ്, തുടങ്ങിയ വളരെ
വിപുലമായിട്ടുള്ള പഠനങ്ങൾ ഈ മേഖലകളിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുന്നു. പല രാജ്യങ്ങളുടെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഇത് താരതമ്യം ചെയ്യുന്നു എന്നുള്ളതും ഇതിന്റെ സ്കോപ്പിൽ പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നാണ് വളരെ റീസെന്റ് ആയിട്ട് മാത്രം ഡിസ്കസ് ചെയ്യപ്പെട്ട് തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ അഥവാ രാഷ്ട്രീയ സംസ്കാരം എന്ന പദം. ജനങ്ങളുടെ രാഷ്ട്രീയ മനോഭാവങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, മൂല്യങ്ങള്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വികസിത രാഷ്ട്രത്തിലെ പൊളിറ്റിക്കൽ കൾച്ചർ ആയിരിക്കില്ല ഒരു അവികസിത രാഷ്ട്രത്തിലെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഒരു ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള പഠനം, വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു പഠനം പോരാ, അത് മനുഷ്യന്റെ സ്വഭാവവും അവന്റെ സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം ഈ മേഖലയിൽ, എംപിരിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ വികസനം, ഇത് ചരിത്രപരമായിട്ട് തന്നെ വന്നിട്ടുള്ള രാഷ്ട്രീയ വികസനത്തെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും പൊളിറ്റിക്കൽ സയൻസിന്റെ, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ സ്കോപ്പ് വികസിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊന്നാണ് പൊതു നയങ്ങൾ അഥവാ പബ്ലിക് പോളിസീസ് രൂപീകരിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അതും ഇതിന്റെ സ്കോപ്പ് വികസിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിനെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് വിപുലീകരിച്ച് ഏതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. ഇനി പൊതുവെ നമ്മൾ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഈ പാഠഭാഗങ്ങൾ ഓരോ യൂണിറ്റുകൾ പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ യൂണിറ്റില് നിങ്ങൾക്ക് ഒരു ടീച്ചർക്ക് പറഞ്ഞ് തരാവുന്നതും നോട്ട് തരാവുന്നതുമായത് കുറച്ച് കാര്യങ്ങളാണുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ വികസിപ്പിച്ച് കൂടുതൽ വായിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.